നമസ്കാരം. പ്രധാന വാർത്തകൾ. വർഷത്തിനു ശേഷം കലാകിരീടം വീണ്ടും സ്വന്തമാക്കി തൃശൂർ. അവസാന നിമിഷം വരെ നീണ്ട സസ്പെൻസിനൊടുവിൽ കലാകിരീടം തൃശൂരിന്. തൃശൂരും പാലക്കാടും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. ഒടുവിൽ എല്ലാ മത്സരങ്ങളും ഔദ്യോഗികമായി അവസാനിച്ചപ്പോൾ തൃശൂരിന് 1008 പോയിന്റും രണ്ടാം സ്ഥാനത്തുള്ള പാലക്കാടിന് 1007 പോയിന്റും ലഭിച്ചു. 26 വർഷത്തിനു ശേഷമാണ് കലാകിരീടം തൃശൂരിലേക്ക് എത്തുന്നത്. 1994, 96, 99 വർഷങ്ങളിലാണ് തൃശൂരിന് കപ്പ് ലഭിച്ചിട്ടുള്ളത്. സൈബർ അധിക്ഷേപം. അശ്ലീല ചിത്രം പ്രചരിപ്പിച്ചു. പരാതിയിൽ യൂട്യൂബ് ചാനലിനെതിരെ കേസ്. യൂട്യൂബ് വഴി മോശം ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചുവെന്നാരോപിച്ച് നടി മാലാ പാർവതി സൈബർ പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഫിലിമി ന്യൂസ് ആൻഡ് ഗോസിപ്സ് എന്ന യൂട്യൂബ് ചാനലിനെതിരെയാണ് കേസെടുത്തത്. യൂട്യൂബ് ചാനൽ വ്യാജ അശ്ലീല ചിത്രം പ്രചരിപ്പിച്ചെന്നാണ് പരാതി. വീഡിയോയ്ക്ക് താഴെ അശ്ലീല കമന്റിട്ടവർക്കെതിരെയും പരാതി നൽകി. അതിലും കേസെടുത്തിട്ടുണ്ട്. 2 ആഴ്ച മുമ്പാണ് മാലാ പാർവതി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. സിനിമയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എടുത്ത് എഡിറ്റ് ചെയ്ത് മോശമായ രീതിയിൽ ദൃശ്യങ്ങൾ ചില യൂട്യൂബർമാർ പ്രചരിപ്പിക്കുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇത്തരത്തിൽ പ്രചരിപ്പിച്ച ദൃശ്യങ്ങളുടെ ലിങ്കുകൾ പരാതിക്കാരി തന്നെ പോലീസിന് കൈമാറി. തൃശൂർ ഓട്ടുപാറയിൽ ബസ്സിലിടിച്ച് പെട്ടി ഓട്ടോറിക്ഷ മറിഞ്ഞ് 4 വയസ്സുകാരി മരിച്ചു. മുള്ളൂർക്കര സ്വദേശിയായ നൂറ ഫാത്തിമയാണ് മരിച്ചത്. KSRTC സ്വിഫ്റ്റ് ബസ് പെട്ടി ഓട്ടോറിക്ഷയിൽ ഇടിച്ചായിരുന്നു അപകടം. കുഞ്ഞിന്റെ മാതാപിതാക്കളായ ഉനൈസ്, ഭാര്യ റെയ്ഹാനത്ത് എന്നിവർക്ക് പരിക്കേറ്റു. റെയ്ഹാനത്ത് ഗർഭിണിയാണ്. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 1:30 അപകടമുണ്ടായത്. വയറുവേദന മൂലം നൂറ ഫാത്തിമയെ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. സ്വിഫ്റ്റ് പെട്ടി ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ കുട്ടി മരിക്കുകയും മാതാവ് റെയ്ഹാനയുടെ കാലിന് പരിക്കേൽക്കുകയും ചെയ്തു. പെരിയ ഇരട്ടക്കൊലക്കേസ്. CPM നേതാക്കളായ പ്രതികൾക്ക് ജാമ്യം. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതികളായ 4 CPM നേതാക്കളുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, CPM ഏരിയ സെക്രട്ടറി K മണികണ്ഠൻ, രാഘവൻ വെളുത്തേരി, MK ഭാസ്കരൻ എന്നിവർ നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് ശിക്ഷ സ്റ്റേ ചെയ്തത്. ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് അപ്പീലുകൾ പരിഗണിച്ചത്. കാറും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച അപകടത്തിൽ 2 പേർക്ക് ദാരുണാന്ത്യം. മട്ടന്നൂർ ഉളിയിൽ കാറും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് ദാരുണാന്ത്യം. ഉളിക്കൽ സ്വദേശികളായ ബീന, ലിജോ എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. മരിച്ച ബീനയുടെ മകൻ ആൽബിൻ, ഭർത്താവ് ബെന്നി എന്നിവരാണ് ചികിത്സയിലുള്ളത്. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. കർണാടക രജിസ്ട്രേഷനിലുള്ള കാറാണ് സ്വകാര്യ ബസുമായി കൂട്ടിയിടിച്ചത്. ഗുജറാത്തിൽ വാഹനാപകടത്തിൽ മലയാളി ദമ്പതികൾക്ക് ദാരുണാന്ത്യം. ഗുജറാത്തിൽ സന്ദർശനത്തിനെത്തിയ ആലപ്പുഴ തുറവൂർ സ്വദേശികളായ വാസുദേവൻ, യാമിനി ദമ്പതികളാണ് വാഹനാപകടത്തിൽ മരിച്ചത്. ദ്വാരക ക്ഷേത്ര ദർശനത്തിനായി എത്തിയതായിരുന്നു ഇരുവരും. ദർശനം കഴിഞ്ഞ് കാറിൽ മടങ്ങവേ ട്രക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. നാളെ നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് അപകടം സംഭവിച്ചത്. ദ്വാരകയിൽ നിന്നും താമസിച്ചിരുന്ന ലോഡ്ജിലേക്ക് ടാക്സി കാറിൽ മടങ്ങുമ്പോഴാണ് ഇവർ സഞ്ചരിച്ചിരുന്ന കാറും ട്രക്കും തമ്മിൽ കൂട്ടിയിടിച്ചത്. വാസുദേവൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണമടഞ്ഞു. ഡ്രൈവർ ആശുപത്രിയിൽ എത്തും മുന്നേയും യാമിനി ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത്. 9 വയസ്സുകാരൻ റിസോർട്ടിലെ സ്ലൈഡിങ്ങിൽ ജനാല വഴി താഴേക്ക് വീണ് മരിച്ചു. മൂന്നാർ ചിത്രപുരത്ത് റിസോർട്ടിന്റെ 6ാം നിലയിൽ നിന്ന് വീണ് 9 വയസ്സുകാരൻ മരിച്ചു. മൂന്നാർ ടീ കാസ്റ്റിൽ റിസോർട്ടിലാണ് അപകടം നടന്നത്. മധ്യപ്രദേശ് സ്വദേശി 9 വയസ്സുകാരനായ പ്രഭാദയാലാണ് മരിച്ചത്. റിസോർട്ടിലെ മുറിയിൽ കസേരയിൽ കയറി നിന്ന് സ്ലൈഡിംഗ് ജനൽ തുറന്ന കുട്ടി കസേര മറിഞ്ഞപ്പോൾ ജനൽ വഴി താഴേക്ക് വീണുവെന്നാണ് വിവരം. വീഴ്ചയിൽ തലയോട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. സംഭവത്തിൽ ഇടുക്കി വെള്ളത്തൂവൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. യാത്രകളെ സ്നേഹിച്ചിരുന്നവർ യാത്രയായി. പുല്ലുപാറ ബസ് അപകടത്തിൽ മരിച്ച 4 പേരിൽ 2 പേരുടെ സംസ്കാരം ഇന്ന് വീട്ടുവളപ്പിൽ നടന്നു. മറ്റം വടക്ക് കാർത്തികയിൽ അരുൺ ഹരിയുടെ സംസ്കാരം 2-നും, പല്ലാരിമംഗലം കോട്ടയ്ക്കകത്ത് തെക്കതിൽ രമാമോഹന്റേത് 3-നും വീട്ടുവളപ്പിൽ നടന്നു. ഇതോടെ 4 പേരുടെയും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. യാത്രകളെ ഏറെ സ്നേഹിച്ചവരുടെ അന്ത്യയാത്രയ്ക്ക് നാട് കണ്ണീരോടെയാണ് വില ചൊല്ലിയത്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ വൻ ജനാവലി ഇരു വീടുകളിലും എത്തി പ്രിയപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ രാവിലെ 11 മണിയോടെ ഇരു വീടുകളിലും മോർച്ചറികളിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം എത്തിച്ചിരുന്നു.
അപകടത്തിൽ മരിച്ച മാവേലിക്കര മറ്റംതെക്ക് സോമസദനത്തിൽ സംഗീത് സോമൻ, കൊറ്റാർക്കാവ് കൗസ്തുഭം ബിന്ദുനാരായണൻ എന്നിവരുടെ സംസ്കാരം ഇന്നലെ വീട്ടുവളപ്പിൽ നടന്നിരുന്നു. NIA ഉദ്യോഗസ്ഥർ ശാരീരികമായി പീഡിപ്പിക്കുന്നു. പരാതിയുമായി കസ്റ്റഡിയിലുള്ള മാവോയിസ്റ്റ് നേതാക്കൾ. NIA ഉദ്യോഗസ്ഥർ ശാരീരികമായി പീഡിപ്പിച്ചതായി കസ്റ്റഡിയിലുള്ള മാവോയിസ്റ്റ് നേതാക്കളുടെ പരാതി. മാവോയിസ്റ്റ് നേതാക്കളായ CP മൊയ്തീൻ, PK സോമൻ, PM മനോജ് എന്നിവരാണ് NIA കോടതിയിൽ പരാതി നൽകിയത്. NIA ഉദ്യോഗസ്ഥർ ശാരീരികമായി പീഡിപ്പിച്ചെന്നും കേസുമായി ബന്ധമില്ലാത്ത ഇടങ്ങളിലേക്ക് കൊണ്ടുപോയെന്നുമാണ് പരാതി. അന്വേഷണ സംഘത്തിലെ മേധാവി ശാരീരികമായി ഉപദ്രവിച്ചെന്നും കാട്ടിലൂടെ വലിച്ചിഴച്ചെന്നും പരാതിയിൽ പറയുന്നു. കേസുമായി ബന്ധമില്ലാത്ത കണ്ണൂർ കരിക്കോട്ടകരിയിലെ കാട്ടിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പരാതിയിൽ വിശദീകരണം ആവശ്യപ്പെട്ട് കോടതി NIAക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. നടി ഹണി റോസിന്റെ പരാതി. ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. നടി ഹണി റോസിന്റെ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിൽ. കൊച്ചി സെൻട്രൽ പോലീസാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്ന് രാവിലെ വയനാട്ടിൽ നിന്നും കൊച്ചി പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കൊച്ചി പോലീസ് 7 മണിയോടെയാണ് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്.